ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചിക്കൻ റോളാണ്. എല്ലാവർക്കും അറിയുണ്ടാവും ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാലും എൻ്റെ ഒരു രീതിയിലുള്ള ചിക്കൻ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ചിക്കൻ റോൾ നമുക്ക് എങ്ങനെ ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്യാം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉള്ളി ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ഉള്ളി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കണം. ഞാനിതിൽ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. ഒരു ചെറിയൊരു അളവിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 2 വലിയ സൈസ് ഉള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഉള്ളി ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ തന്നെ ചിക്കന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ചിക്കന് ഇതിലിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് റെഡിയായി. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫില്ലിംഗ് അവിടെ മാറ്റി വെക്കാം. ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ ചിക്കന് പകരം ബീഫ് ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ. ഇനി നമുക്കിത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല കേട്ടോ. കുറച്ച് ഉപ്പും ഒരു മുട്ടയും ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ലൂസ് മാവ് ആകുന്നതിന് അനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് റോളിന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാൻ. അപ്പോൾ കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് നന്നായിട്ട് ദോശക്കല്ല് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശ മുഴുവനായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ദോശ മുഴുവനായി ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ റോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ദോശ വെച്ച് 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അധിക പേരും പറയും ഈ ദോശ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കീറൽ വരും, പൊട്ടൽ വരും എന്നൊക്കെ. പക്ഷെ നിങ്ങൾ നോക്കിയാൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള ഡാമേജ് ഒന്നും വരില്ല. അപ്പോൾ ഞാനൊരു ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ദോശൻ്റെ അടിവശത്താണ് ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്ത് മാറ്റാം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ദോശ ഉണ്ടാക്കിയ അതേ മൈദമാവ് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ഡിപ്പ് ചെയ്ത് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റോള് മുഴുവനായും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പാക്കറ്റിലാക്കിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സിലാക്കിയിട്ടും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു പാക്കറ്റിൽ ഇതുപോലെ നല്ല ലെവലിൽ വെച്ചുകൊടുത്തതിന് ശേഷം ഇതൊന്ന് സീൽ ചെയ്ത് നമുക്ക് ഫ്രോസൺ ചെയ്തെടുക്കാം. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചെടുക്കാം കേട്ടോ. ഫ്രോസണിലാക്കി കഴിഞ്ഞാൽ ഒന്നും ഇത് പറ്റിപ്പിടിച്ച് ചീത്തായിപ്പോൾ ഒന്നും ചെയ്യൂല. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ബോക്സിലിട്ടിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് വേറെ സെയിൽ ചെയ്യാനുള്ളതുമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദോശ മുഴുവനായും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 150 ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ തന്നെ ദോശ മുഴുവനായും ഉണ്ടാക്കിയിട്ട് ഇതുപോലൊരു പ്ലേറ്റിൽ അതിൻ്റെ മേലെ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ദോശ. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 3 സ്റ്റെപ്പായിട്ടാണ് ഈ ചിക്കൻ റോൾ ചെയ്യുന്നത്. ആദ്യം ദോശ ഉണ്ടാക്കി, പിന്നെ റോൾ ചെയ്ത്, പിന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത്. അപ്പോൾ ഞാനിത് എനിക്ക് സെയിൽ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ ബോക്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.